പാലക്കാട് മൂന്ന് മുന്നണികളും ശക്തമായ പ്രചരണം കാഴ്ചവെച്ച ഒരു മണ്ഡലമാണ് പാലക്കാട്. തീർച്ചയായിട്ടും ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സാധാരണ പൊതുവിൽ ഉപതെരഞ്ഞെടുപ്പുകൾ കൂടുതൽ ഊർജ്ജസ്വലമാകും, കൂടുതൽ വാശിയാകും, കൂടുതൽ ശക്തമായ പ്രചരണം നടക്കും. കാരണം മറ്റു മണ്ഡലങ്ങളിലൊന്നും തിരഞ്ഞെടുപ്പില്ലാതിരിക്കുമ്പോഴും മാത്രമല്ല, പാലക്കാട് നിയോജക മണ്ഡലത്തിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പാലക്കാട് മാത്രമാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. മറ്റ് രണ്ട് മണ്ഡലങ്ങളിലും നേരത്തെ തിരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞു. അപ്പോൾ അവിടെ നിന്നുള്ള പാർട്ടി നേതാക്കന്മാർ കൂടി പാലക്കാട്ടേക്ക് വന്നപ്പോൾ അവിടെ തിരഞ്ഞെടുപ്പ് വളരെ ഉശിരുള്ളതായി, അതോടൊപ്പം തന്നെ നിരവധി വിവാദങ്ങൾ ഉണ്ടാകാനും വാശി കൂടാനും കാരണമായ ചില ട്വിസ്റ്റുകൾ സംഭവിക്കുകയും ചെയ്തു. എന്തായാലും ഒരുപാട് പ്രശ്നങ്ങൾ ഉയർന്നു വന്ന ഒരു മണ്ഡലമാണ് പാലക്കാട്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഒഴിച്ച്, സാധാരണ ജനങ്ങളുടെ അടിസ്ഥാന വിഷയങ്ങൾ ഒഴിച്ച് ബാക്കി അനാവശ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉയർന്നു വന്ന തിരഞ്ഞെടുപ്പാണ് പാലക്കാട്ട് നടന്നത്. എന്തായാലും ആ ജനവിധി UDF-ന് അനുകൂലമാകുമെന്ന മുൻകാലങ്ങളിൽ തിരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയ ശ്രദ്ധേയനായ CP റാഷിദ്, ഇപ്പോൾ CP റാഷിദ് മുൻകാലങ്ങളിൽ എല്ലാ തിരഞ്ഞെടുപ്പുകളിലും വലിയ പ്രവചനം നടത്താറുണ്ട്. അദ്ദേഹം ഈ ചേലക്കര തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും അദ്ദേഹം ഒരു പ്രവചനം നടത്തിയിട്ടുണ്ട്. അത് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ വാർത്തയായിട്ട് അവതരിപ്പിച്ചതുമാണ്. ഇപ്പോൾ പാലക്കാട് നിയോജക മണ്ഡലത്തിൻ്റെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴേക്കും CP റാഷിദ് ഒരു പ്രവചനം നടത്തിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രവചനത്തിൽ CP റാഷിദ് പറഞ്ഞത് പാലക്കാട് ജയിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലായിരിക്കും. 5600 വോട്ടുകൾക്കും 900 വോട്ടിൻ്റെയും ഭൂരിപക്ഷത്തിൽ, ഇതിനിടയ്ക്കുള്ള വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നാണ് ഇപ്പോൾ CP റാഷിദ് പ്രവചിക്കുന്നത്. UDF 36.5% മുതൽ 39.5% വരെ വോട്ടുകൾ നേടും എന്നാണ് റാഷിദിന്റെ വിലയിരുത്തലും കണ്ടെത്തലും. എന്നാൽ 33.5% മുതൽ 37% വരെ വോട്ടുകൾ നേടി NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ 2ാം സ്ഥാനത്തെത്തുമെന്നാണ് റാഷിദിന്റെ വിലയിരുത്തലും പ്രവചനവും. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ LDF ഒരു കാരണവശാലും 2ാം സ്ഥാനത്തെത്തില്ല, 3ാം സ്ഥാനത്തിലേക്ക് പുറന്തള്ളപ്പെടും എന്നു തന്നെയാണ് പൊതുവെ വിലയിരുത്തൽ. അത് തന്നെയാണ് റാഷിദും അത് തന്നെയാണ് കണ്ടെത്തിയിരിക്കുന്നത്, പ്രവചിക്കുന്നതും. എന്നാൽ സരിൻ അറിയാലോ, പെട്ടെന്ന് കോൺഗ്രസിൽ നിന്നും ചാടി ഇടതുപാളയത്തിൽ വരികയും സ്ഥാനാർത്ഥിയാവുകയും ചെയ്ത സരിൻ ഒരു കാര്യമായ സ്വാധീനമൊന്നും ചെലുത്തില്ല എന്ന് തന്നെയാണ് റാഷിദ് പറയുന്നത്. LDF-ന് വെറും 21.5% മുതൽ 24% വരെ, അതായത് വെറും 22-23% മാത്രമാണ് LDF-ന് വോട്ട് നേടുക. അങ്ങനെ കൃത്യമായിട്ടും ഇടത് സ്ഥാനാർത്ഥി 3ാം സ്ഥാനത്തേക്ക് പോകുമെന്നും റാഷിദ് പറയുന്നുണ്ട്. അതേസമയം ചേലക്കരയിൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴേക്കും റാഷിദ് ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. എന്തായാലും പാലക്കാട്ടത്തെ ഈ ഒരു റാഷിദിന്റെ വിലയിരുത്തൽ നമ്മൾ വലിയ ഒരു പ്രവചനമായിട്ട് കണക്കാക്കേണ്ട. കാരണം മറ്റ് ചാനലുകളെല്ലാം അവരുടെ സാമ്പിളുകൾ വെച്ച് പരിശോധിച്ച് അതിൻ്റെ സർവേ നടത്തി അതിനെ വിശകലനം ചെയ്ത് ശാസ്ത്രീയമായിട്ടാണ് മറ്റു പല ചാനലുകളും മറ്റു പല മാധ്യമങ്ങളും പ്രവചനം നടത്തുന്നത്. അതുതന്നെയാണ് ഓൺലൈൻ ചാനലായ മറുനാടനും ചെയ്തത്. പക്ഷേ റാഷിദിൻ്റെ ചില ശൈലികളും രീതികളും ഉണ്ട്. അത് വെച്ചിട്ടാണ് വിലയിരുത്തൽ നടത്തുന്നത്. പലപ്പോഴും റാഷിദിൻ്റെ വിലയിരുത്തലും റാഷിദിൻ്റെ പ്രവചനവും തെറ്റാറില്ല എന്നുള്ളത് കൊണ്ടാണ് റാഷിദിൻ്റെ പ്രവചനത്തെ നമ്മൾ വലിയ വാർത്താ പ്രാധാന്യം കൊടുക്കുന്നതും ഞാനൊക്കെ വന്ന് നിങ്ങളുടെ റാഷിദിൻ്റെ പ്രവചനത്തെക്കുറിച്ച് സംസാരിക്കുന്നതും അത് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതും അതുകൊണ്ടാണ്. കാരണം റാഷിദിൻ്റെ പ്രവചനങ്ങൾ ഇതുവരെയും വലുതായിട്ടൊന്നും തെറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് പാലക്കാട് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രവചനം റാഷിദ് നടത്തുള്ളൂ പറയുന്നത്. ഇനി നമുക്ക് എത്രമാത്രം അത് റാഷിദിൻ്റെ പ്രവചനം ശരിയായി വരുമെന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് 23-ാം തീയതി മാത്രമേ അറിയാൻ കഴിയൂ. അതുവരെ ജനങ്ങളുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് ആർക്കും പറയാൻ കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ചേലക്കരയിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇത് മുമ്പ് അവതരിപ്പിച്ചതാണെങ്കിലും ഈ സമയത്ത് റാഷിദിൻ്റെ പ്രവചനത്തോടൊപ്പം തന്നെ ചേലക്കരയിലെ കൂടി ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞതാണെങ്കിൽ പോലും രമ്യ ഹരിദാസ് വിജയിക്കുമെന്ന് തന്നെയാണ് റാഷിദ് അവിടെയും പ്രവചനം നടത്തിയിരിക്കുന്നത്. UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് നേരിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ്. ഇതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് ജയിക്കുന്ന പോലെ 6000-ലധികം വോട്ട് നേടില്ല. പകരം ഒരു 1800-1050 വോട്ടും ചിലപ്പോൾ കൂടിപ്പോയാൽ ഒരു 4000, 4500, 4400 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ആയിരിക്കും രമ്യ ഹരിദാസ് ജയിക്കുന്നത്. എന്തായാലും രമ്യ ഹരിദാസ്
ഹരിദാസ് വളരെ നേരിയ ഭൂരിപക്ഷത്തിലാണെങ്കിലും പാലക്കാട് മണ്ഡലത്തിൽ ജയിക്കും. അങ്ങനെയാണെങ്കിൽ പാലക്കാട് കോൺഗ്രസ് പിടിച്ചെടുക്കുമെന്ന് തന്നെയാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. എന്തായാലും രാഷ്ട്രീയത്തിന്റെ പ്രവചനം നമുക്ക് കാത്തിരിക്കാമെന്നേ പറയാനൊക്കൂ. ചേലക്കരയിൽ UDF 41% മുതൽ 44.5% വരെ വോട്ടുകൾ നേടും എന്നാണ് റാഷിദ് പറയുന്നത്. LDF 40.5% മുതൽ 43% വരെ നേടും. രണ്ടാം സ്ഥാനത്ത് LDF വരും എന്നാണ് പിന്നെ റാഷിദിന്റെ കണ്ടെത്തൽ. BJPക്ക് 12.5, 16 മാക്സിമം ഒരു 15% മാത്രമേ BJPക്ക് ചേലക്കരയിൽ സ്ഥാനം ഉണ്ടാകൂ എന്നാണ് പറയുന്നത്. പക്ഷേ അതേസമയം BJPക്ക് രണ്ടാം സ്ഥാനമാണ് റാഷിദ് പാലക്കാട് പ്രവചിക്കുന്നത് എന്നതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് ഒരു പക്ഷേ രണ്ടാം സ്ഥാനത്ത് നിന്ന് ഒന്നാം സ്ഥാനത്തേക്ക് വരാനും ഒന്നാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്ത് പോകാനും വലിയ വ്യത്യാസമൊന്നും സാധ്യതയില്ല എന്നത് നമ്മൾ കാണണം. എന്തായാലും അവിടെ ഈ ചേലക്കരയിൽ റാഷിദ് മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. അവിടെ DMKയുടെ സ്ഥാനാർത്ഥി അൻവറിന്റെ സ്ഥാനാർത്ഥി 1.5% മുതൽ 3% വോട്ട് പിടിക്കുമെന്നും പറഞ്ഞിരുന്നു. എന്തായാലും ഇത്തരത്തിലുള്ള ചില പ്രവചനങ്ങൾ വരുന്നുണ്ട്. അതുപോലെ മറ്റ് ഒരുപാട് പ്രവചനങ്ങളും ഒരുപാട് എക്സിറ്റ് പോളുകളൊക്കെ ഇനിയിപ്പം വരും. ഇതൊക്കെ എന്ത് വരുമെന്ന് നമുക്ക് കാത്തിരിക്കാം. പക്ഷേ പാലക്കാട്ട് BJP തന്നെ ജയിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് അവിടുത്തെ NDA സ്ഥാനത്ത് ശ്രീകൃഷ്ണകുമാർ. 10,000 വോട്ട് ഭൂരിപക്ഷമാണ് BJP പാലക്കാട് മണ്ഡലത്തിൽ പ്രതീക്ഷിക്കുന്നതെന്നാണ് ഈ വിലയിരുത്തൽ പറയുന്നത്. മണ്ഡലത്തിൽ 2021 മുതൽ നടത്തി വരുന്നുണ്ട്. ഞങ്ങൾ വളരെ ശക്തമായിട്ട് തന്നെ ഞങ്ങളവിടെ പ്രചരണം നടത്തി വരികയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വിജയിക്കാൻ കഴിയും. മാത്രമല്ല അവർ വിജയിക്കുമെന്ന് പറയാൻ മറ്റു ചില കാരണങ്ങളും കൂടെ പറയുന്നുണ്ട്. അതായത് മുനിസിപ്പാലിറ്റിയിൽ തങ്ങൾക്ക് വോട്ട് കൂടുതൽ കിട്ടും. അവിടെ കഴിഞ്ഞ പ്രാവശ്യം 65% പോളിംഗ് നടന്നപ്പോൾ ഇപ്പോൾ അത് 71.72% പോളിംഗ് നടന്നിരിക്കുന്നു. 71 സംതിങ് പോളിംഗ് നടന്നിരിക്കുന്നു. അത് തന്നെ ഞങ്ങളുടെ വിജയത്തിന് BJPയുടെ വിജയത്തിന് കാരണമാകും. കാരണം മുനിസിപ്പാലിറ്റി ഞങ്ങളുടെ കയ്യിലാണ്. അതുകൊണ്ട് തന്നെ ഭരണം നമ്മുടെ കയ്യിലാണ്. അവിടെ കൂടുതൽ വോട്ട് പോളിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വോട്ട് കൂടുതലും വീണിരിക്കുന്നത് BJPക്കാണ് എന്നതാണ് കൃഷ്ണകുമാർ അവകാശപ്പെടുന്നത്. സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള വിലയിരുത്തലുകൾ തള്ളിക്കളയാൻ കഴിയാത്തതാണ്. കാരണം പഞ്ചായത്തുകളിൽ പോളിംഗ് ശതമാനം കുറയുകയും മുനിസിപ്പാലിറ്റിയിൽ പോളിംഗ് ശതമാനം കൂടുകയും ചെയ്തപ്പോൾ അത് BJPക്ക് വല്ലാതെ സന്തോഷം നൽകുന്നു, ഒരു വിശ്വാസം നൽകുന്നു എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ റാഷിദിനെ പോലുള്ളവരുടെ വിലയിരുത്തൽ തള്ളിക്കളയാനും പറ്റില്ല. എന്തായാലും ശരി, രാഷ്ട്രീയ പാർട്ടികളുടെ ഇടയിൽ വലിയ അങ്കലാപ്പാണ് നടക്കുന്നത്. എന്തുകൊണ്ട് തന്നെ പല സൂചനകളും ലഭ്യമല്ല. എന്തായാലും ഇപ്പോൾ 70% താഴെ മാത്രമേ, അത് 70.51, ഏകദേശം 71% മാത്രമാണ് ഇപ്പോൾ പോളിംഗ് നടന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ പല രാഷ്ട്രീയ പാർട്ടികൾക്കും ഇക്കാര്യത്തിൽ വല്ലാത്ത അങ്കലാപ്പുണ്ട് എന്നതും ഈ കൂട്ടത്തിൽ നമ്മൾ വിലയിരുത്തേണ്ടത് തന്നെയാണ്.